സതീശനെ വെട്ടിലാക്കി ദീപ്തി മേരി വർഗീസ്. കൊച്ചി സീറ്റിൽ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ടീം UDF എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് അല്പസമയം മുമ്പ് പ്രസ്താവന നടത്തിയ ആ VD സതീശനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിക്കൊണ്ടിതാ ദീപ്തി മേരി വർഗീസ്. VD സതീശന്റെ ബിസിനസ് പങ്കാളിയും ചങ്കും എല്ലാമായ ദീപ്തി മേരി വർഗീസാണ് ഇപ്പോൾ കൊച്ചി സീറ്റിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പോസ്റ്റർ അടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ ദീപ്തിക്ക് വേണ്ടിയുള്ള പോസ്റ്ററുകളെല്ലാം റെഡിയായി കഴിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: കൊച്ചി ഇനി സർവം ദീപ്തം. കൊച്ചി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസ് എന്നും പറഞ്ഞാണ് പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഷിയാസ്, VD സതീശന്റെ പെട്ടി ചുമപ്പുകാരനും കയ്യാളും ഗുണ്ടയുമൊക്കെയായ DCC പ്രസിഡന്റായ ഷിയാസ് മുഹമ്മദ് തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് ഇന്ന് വൈകിട്ട് റോഡ് ഷോ തുടങ്ങാനിരിക്കുമ്പോഴാണ് ദീപ്തി മേരിയുടെ ഈ അറ്റകൈ പ്രയോഗം നടന്നത്. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആരെ തള്ളും കൊള്ളും എന്ന ഒരു അങ്കലാപ്പിലാണ്. ദീപ്തി മേരി വർഗീസിനെ ഉപേക്ഷിച്ചാൽ ഇനി അവർ സഹിച്ചിരിക്കില്ല. അവർ സതീശിന്റെ സകല മുഖംമൂടിയും വലിച്ചു കീറും. ദീപ്തി മേരി വർഗീസിന്റെ രണ്ടാം ഭർത്താവും സതീശനും തമ്മിൽ ബാംഗ്ലൂരിൽ പല കച്ചവടങ്ങളും പല പരിപാടികളുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഞങ്ങൾ നൽകിയിരുന്നു. ദീപ്തി ഓരോ പ്രാവശ്യവും മത്സരിക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ പേര് ഓരോ തരത്തിലാണ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ദീപ്തി മേരി വർഗീസിന് ഒരു ഉറപ്പ് സതീശൻ നൽകിയിരുന്നു. കൊച്ചി മേയർ സ്ഥാനത്ത് ഈ ദീപ്തിയെ കൊണ്ടിരുത്തുവാൻ കേക്കച്ചൻ ആകുന്നത് പരിശ്രമിച്ചു, എന്നാൽ അത് പരാജയപ്പെട്ടു. അന്ന് കൊടുത്ത വാക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാമെന്നും വിജയിച്ചാൽ മന്ത്രിയാക്കാമെന്നും. തൻ്റെ ചങ്കായ ദീപ്തിക്ക് എങ്ങനെയെങ്കിലും സീറ്റ് കൊടുക്കണമെന്ന ആ വാശിയിലാണ് VD സതീശൻ. അന്നേരം അതിനായി സതീശൻ കണ്ട ഏക വഴി എന്ന് പറയുന്നത് ദീപ്തിയെയും പിണക്കാൻ പറ്റത്തില്ല, അതുപോലെ ഷിയാസ് മുഹമ്മദിനെയും പിണക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിയെ വെട്ടി ഇപ്പോൾ അവിടെ മുഹമ്മദ് ഷിയാസിനെയോ അതല്ലെങ്കിൽ ദീപ്തിയെയോ പരിഗണിക്കാൻ ഇരിക്കുമ്പോൾ അതിനുള്ള ആ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ദീപ്തിയുടെ ഈ പോസ്റ്റർ അടിച്ചത് വെളിയിൽ വരുന്നത്. UDFന്റെ ആ ഡിസൈനിൽ, ആ ടെംപ്ലേറ്റിൽ ഇതുപോലെ ഒരു ഡിസൈൻ സതീശൻ അറിയാതെ ഒരു കാരണവശാലും ഉണ്ടാകില്ല. ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന PR ഏജൻസികൾക്ക് ദീപ്തിയുടെ ഫോട്ടോ വെറുതെ കിട്ടില്ല. ആ ഫോട്ടോഷൂട്ട് നടത്തി അവരുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആ ഡിസൈൻ നടത്തി അത് വർക്ക് ഓർഡറായിട്ട് പ്രിന്റിംഗ് പ്രസ്സിൽ നൽകിയാൽ മാത്രമേ ഈ പോസ്റ്റർ അടിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്രകാരം പോസ്റ്റർ അടിച്ചു എങ്കിൽ ഇതിൽ വളരെ വ്യക്തമാണ് VD സതീശൻ അറിയാതെ യാതൊരു കാരണവശാലും ഇത് നടക്കത്തില്ല. VD സതീശന്റെ അനുമതിയോടുകൂടിയാണ് ദീപ്തി മേരി ഇപ്പോൾ പോസ്റ്റർ അടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്ത്രീപീഡന കേസുണ്ട്, പരാതി വന്നു എന്ന ആരോപണം ഉയർത്തി എൽദോസ് കുന്നപ്പള്ളിയെ, പെരുമ്പാവൂർ MLA ആയ എൽദോസ് കുന്നപ്പള്ളിയെ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തി ആ സീറ്റ് മുഹമ്മദ് ഷിയാസിന് കൊടുക്കുവാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ വെട്ടിയതിൻ്റെ ഏക റീസൺ എന്ന് പറയുന്നത് ഈ VD സതീശന്റെ ഇടതും വലതും നിൽക്കുന്ന മുഹമ്മദ് ഷിയാസിനും ദീപ്തിക്കും ആ സീറ്റ് നൽകുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യം ഇപ്പോൾ വളരെ വ്യക്തമാകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, മേയറാക്കാൻ സാധിച്ചില്ലെങ്കിൽ VD സതീശൻ എന്ത് വില കൊടുത്തും ദീപ്തിയെ ജയിക്കുവാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സീറ്റ് നൽകി വിജയിപ്പിച്ച് മന്ത്രിയാക്കുമെന്ന്. അതിന് VD സതീശൻ നടത്തിയ നാടകമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇതാ ദീപ്തിക്ക് ആ ഉറപ്പ് നൽകി ദീപ്തിയുടെ പോസ്റ്റർ ഇപ്പോൾ അടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ ബലിയാടായത് എൽദോസ് കുന്നപ്പള്ളി MLA ആണ് പെരുമ്പാവൂരിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.